ബി ഈസ് 20% മോർ എഫിഷ്യന്റ് ദാൻ എ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ എയും ബിയും ഉണ്ട്. സോ അവിടെ എഫിഷ്യൻസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഈസ് 20% മോർ എഫിഷ്യന്റ് ദാൻ എ. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. സോ എ 5 യൂണിറ്റ് ആണെങ്കിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 യൂണിറ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താ പറയുന്നത്? ബി സ്റ്റാർട്ടഡ് വർക്ക് ആൻഡ് ഡു ഇറ്റ് ഫോർ എക്സ് ഡേയ്സ് അല്ലെ. എക്സ് ഡേയ്സ് കൊണ്ട് ബി വർക്ക് ചെയ്തു ആൻഡ് ബാക്കി അതിനുശേഷം ബി പോയിട്ട് ബാക്കിയുള്ള വർക്ക് x+8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? വർക്ക് ഡണിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2. എയും ബിയും തമ്മിലുള്ള വർക്ക് ഡണിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം അല്ലേ. അതായത് ഇവിടെ ടോട്ടൽ വർക്ക് ബി ചെയ്തിട്ടുള്ളത് 6 × x 6x ആയിരിക്കും അല്ലെ. 6x ആണ് ബിയുടെ വർക്ക് എന്ന് പറയുന്നത്. എയുടെ വർക്കോ 5 × 5x+8. സോ 5 × x 5x കിട്ടും. 5 × 8 +40 എന്ന് കിട്ടും. ഇതെന്താണ്? എയുടെ ടോട്ടൽ വർക്ക്. ഇത് എന്തിന് ഈക്വൽ ആണ്? ടോട്ടൽ വർക്കിന്റെ റേഷ്യോ A:B എന്ന് പറഞ്ഞാൽ 3:2 അല്ലേ. സോ ഞാൻ ഇവിടെ എഴുതിയത് 6x എന്ന് പറഞ്ഞാൽ ബിയുടെ റേഷ്യോ ആണ്. സോ 3:2 എന്ന് ഇങ്ങോട്ട് എഴുതുമ്പോൾ എന്ത് വരും? 2/3 എന്ന് എനിക്ക് കിട്ടും അല്ലേ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 10x + 80 വിച്ച് ഈസ് ഈക്വൽ ടു 18x. 10x അങ്ങോട്ട് പോകുമ്പോൾ -10x ആവും. സോ 8x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വരും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എന്റെ ടോട്ടൽ വർക്ക് അല്ലെ. വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻടു ടൈം ആണ്. അതായത് 6x അല്ലെ. 6 × x 6x എന്ന് പറയുമ്പോൾ എക്സിന് ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ 6x എന്ന് പറയുമ്പോൾ 6 × 10 60 കിട്ടും. 60 വർക്കാണ് ബി ചെയ്തിട്ടുള്ളത്. എ ചെയ്തിട്ടുള്ള ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x + 40 അല്ലേ. 5 × 10 50 40 90 കിട്ടും. സോ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ 90 + 60 150 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണെന്നല്ലേ ചോദ്യം? How many days A and B together can complete? So total efficiency in the ratio എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5 + 6 11 യൂണിറ്റ് അല്ലേ. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ. സോ വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 150 ൽ 11 എത്ര തവണ പോകും? 132 12 13. സോ 13 തവണ എന്ന് പറയുമ്പോൾ 143 എനിക്ക് കിട്ടും. ബാക്കി 7/11 എന്ന് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 13 7/11.